കൊല്ലത്ത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല, നമ്മൾ ചെയ്യുന്നതിന് ശരിയല്ല. അടുത്തത് നമ്മുടെ ഈ മാവേലിക്കരയാണ്. മാവേലിക്കര ഇത്തവണ വളരെ നേരിയമായ ഭൂരിപക്ഷത്തിന് കൊടിക്കുന്നിൽ സുരേഷ് രക്ഷപ്പെട്ടു പോകുമെന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണയും അവിടെ രക്ഷപ്പെട്ടു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത്. ജയിക്കണം എന്നുള്ള ആഗ്രഹം അരുൺകുമാറാണ്, പക്ഷെ ജയിക്കാൻ അവിടെ സാധ്യതയില്ല. കാരണം ഒന്ന്, അരുൺകുമാറിനും പന്നിയൻ രവീന്ദ്രനും ഒക്കെ സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും കൃത്യമായി നടത്തിയില്ല. രണ്ടാമത്, സാമ്പത്തികമല്ലാതെ തന്നെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ടായിരുന്നു. കാരണം CPM അത്രത്തോളം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ പന്നിയൻ രവീന്ദ്രനുമായിട്ട് കമ്പയർ ചെയ്താൽ ഇവിടെ കുറച്ചുകൂടി ഭംഗിയായിട്ട് CPM ഫൈറ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ വളരെ ഭാഗ്യമുള്ള 2 പേരാണ്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും, രണ്ടാമത് ചോദിക്കാതെ തന്നെ പറയാം ആന്റോ ആന്റണിയും. ഇവർ 2 പേരും കഷ്ടിച്ചങ്ങോട്ട് രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് പോകേണ്ട ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലും നമ്മൾ അവിടെ 1,10,000 വോട്ടിന് KC വേണുഗോപാൽ ജയിക്കുമെന്നാണ് മനോരമ പറയുന്നത്. മനോരമയുടെ ചില കണ്ടെത്തലുകൾ എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശരിയായി തോന്നിയതിൽ ഒരെണ്ണമാണത്. എൻ്റെ വിശ്വാസം അവിടെ KC വേണുഗോപാൽ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുമെന്നാണ്. സത്യത്തിൽ അവിടെ വളരെ നന്നായി ഇലക്ഷൻ മാനേജ്മെൻറ്റും എല്ലാം അറിയാവുന്ന ഒരു ആളാണ് ആരിഫ് എന്ന് പറയുന്നത്. വ്യക്തിപരമായും വലിയ ആരോപണങ്ങളൊന്നും നേരിടാത്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ആലപ്പുഴയിലുള്ള പ്രശ്നം പാർട്ടിയുടെ അപജയത്തിൽ മനമെടുത്തിട്ടുള്ള ആളുകൾ, CPM അണികൾ ഒരുപാടുള്ള പാർട്ടിയാണ്. കാരണം തൊട്ടടുത്ത് ഒരു സാധാരണ വീട്ടിൽ ഒരുപോലെ കഴിഞ്ഞിരുന്നവൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുന്നു. ഉടനെ അവൻ ലോറി മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, പിന്നെ അവൻ കഞ്ചാവ് കേസിൽ പെടുന്നു. പിന്നെ ചില ഉത്തമന്മാരായിട്ടുള്ള സഖാക്കൾ, മറ്റേ സോണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സഖാവ് 10-17 ആളുകളുടെ വീഡിയോ എടുത്ത് പാർട്ടി ഓഫീസിൽ നിന്ന് കണ്ടു. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്ക് ഡിറ്റേഷനിലേക്ക് എത്തിയൊരു പാർട്ടിയാണ് ആലപ്പുഴയിൽ. അതിൻ്റെ ഒരു ഇത് സത്യത്തിൽ KC വേണുഗോപാലിന് കിട്ടും. KC വേണുഗോപാലിൻ്റെ പ്രചരണത്തിലൊരു പ്രത്യേകതയുണ്ട്. KC വേണുഗോപാൽ തീവ്രമായിട്ട് ഒരാളെയും ആക്രമിച്ചിട്ടില്ല. പകരം എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വളരെ സാധുവായി പറയുക മാത്രമാണ് ഇത്. അവിടെ ആലപ്പുഴയിൽ പരമ്പരാഗതമായിട്ടുള്ള CPMകാർ അവിടെ വിഘടിച്ച് നിൽക്കുകയാണ്, വിയോജിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പം അത്തരം ചില വോട്ടുകൾ അവിടെ മാറി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാറി വീഴുന്ന മുഴുവൻ വോട്ടുകളും KCയിലേക്ക് കേന്ദ്രീകരിക്കും എന്ന് പറയുന്നത്. മാറി വീഴുന്ന മുഴുവൻ വോട്ടുകളും അവിടെ കേസിലേക്കൊന്നും കേന്ദ്രീകരിക്കില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്ന് VSൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോടെ മത്സരിച്ചിരുന്നു. അങ്ങനെ പല ആളുകളും മത്സരിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും കോൺഗ്രസിൽ നിന്നുള്ളതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ വോട്ടുകൾ CPMൽ നിന്നായിരിക്കും പോകുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പോയാൽ പോലും ഈ മാർജിൻ കൂടും. നമ്മുടെ ഒരു എതിരെ വീഴേണ്ട വോട്ടുകൾ സ്പ്ലിറ്റായി പോയാൽ പോലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാർജിൻ വളരെ കൃത്യമായിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോൾ നാച്ചുറലി ഇത് സംഭവിക്കും. അവിടെ ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് കിട്ടും? അവർ പറഞ്ഞത് 22% വോട്ട് കിട്ടുന്നതാണ് മനോരമ സർവേ പറയുന്നത്. കഴിഞ്ഞ കിട്ടിയത് 17 അല്ലേ, 1,86,000 വോട്ടായിരുന്നു. 10 ലക്ഷത്തിൽ ഒരു 17% വോട്ടാണ് കിട്ടിയത്. ഇത്തവണ പക്ഷേ എനിക്ക് 22-ലേക്കൊന്നും എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ചില പ്രത്യേക ആരോപണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടായത് അവിടെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചേക്കും. പക്ഷേ അവർക്കെതിരെ ഉണ്ടായുള്ള ആരോപണങ്ങൾ അവർക്ക് ഗുണമല്ലേ ചെയ്തത് ശരിക്കും? ഇതിൽ എന്താണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു വളരെ ഒരു ന്യൂസ് ഫ്രീക്കൊക്കെ ആയിട്ടുള്ള വളരെ കൃത്യമായി ന്യൂസ് കേൾക്കുന്ന ആളുകൾ മാത്രമേ ഒരു ആരോപണവും അതിൻ്റെ പ്രത്യാരോപണവും മറുപടിയും എല്ലാം ശ്രദ്ധിക്കുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ പലപ്പോഴും ഒരു ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആളുകൾ അങ്ങോട്ട് അഫക്റ്റഡ് ആവുകയും അത് കൊണ്ടൊരു പെർസെപ്ഷനിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ പിന്നീട് പല കാര്യങ്ങളും ആളുകൾ എന്ത് ചെയ്യില്ല, ഇപ്പോൾ നന്ദകുമാറിൻ്റെ കേസിൽ തന്നെ നന്ദകുമാറിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ടായി, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ കുറ്റം പറയുന്ന ആളുകൾ കേൾക്കും. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവൻ വെറുതെ വിട്ടു എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് BJPയുടെ വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും വർദ്ധിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് 1% കൂടി എക്സ്ട്രാ എന്നുള്ള ആരോപണങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മുണ്ടൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് പ്രീ പ്ലാൻഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും. മാത്രമല്ല അതിന് ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായ രീതിയിൽ പത്രസമ്മേളനം വിളിച്ച് അതിനെ കണ്ടിച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് നടന്നിങ്ങനെ ഒരു ഇടപാട് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴും ഇത് തന്നെയാണ്. ആളെ എപ്പോഴും ഈ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരാരോപണം പോലും തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ കുറിച്ച് ഒന്നും സാധിച്ചിട്ടില്ല.
നമ്മളെ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ അനിൽ ആന്റണിക്കെതിരെ ഉണ്ടായിട്ടുള്ള അത് ഡിഫെൻഡ് ചെയ്യാൻ അനിൽ ആന്റണി കുറച്ച് വെള്ളം കുടിച്ചു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അത് കൃത്യമായ കട്ടൻട്രി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. ഇതായിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണത്തെ ഡിഫെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ ജനങ്ങൾ പലപ്പോഴും ഒരു കാര്യം കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചൊന്നും വളരെ വിശദമായി ആലോചിക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് വോട്ട് എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. എങ്കിലെങ്ങനെയാണ് നരേന്ദ്രമോദി ധ്യാനത്തിരിക്കുമ്പോൾ വോട്ട് കൂടണേ? ഇല്ലേ? നരേന്ദ്രമോദി ഒരാൾ എങ്ങനെയാണ് ക്യാമറയും വെച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്നത്? നാളെ നന്ദകുമാർ ധ്യാനത്തിലിരിക്കാൻ പോകണം, ഞാനും ധ്യാനത്തിൽ. ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വാചകം പറയാം, പലതരത്തിലുള്ള ധ്യാനമുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് മറ്റേ ബാറിൽ പോയിരുന്ന് ധ്യാനിക്കുന്നതാണ് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ രീതി അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, ഒരാൾ ക്യാമറകളിലൂടെ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ മുമ്പിലിരുന്ന് ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാകും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. പകരം ഈ ചില ഒരു ഗിമ്മിക്കുകൾ കൊണ്ടിട്ട് നമ്മുടെ ജനം പ്രബുദ്ധമാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും അവരെയൊക്കെ മയക്കിക്കെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നതും രാഷ്ട്രീയക്കാർ ജീവിച്ചു പോകുന്നു. അല്ല, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രന് അവിടെ അനുകൂലമല്ലാത്ത ഘടകം ആലപ്പുഴയിലെ BJP ജില്ലാ നേതൃത്വത്തിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ ആലപ്പുഴ ജില്ലാ നേതൃത്വം, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, പക്ഷെ മുഴുവനായും തന്നെ ഇവർക്കെതിരായിരുന്നു. ഒന്ന്, ഈ എതിരായിരുന്നു എന്നുള്ളത് ഇവർ ശോഭാ സുരേന്ദ്രനെ പരാതി പറഞ്ഞു എന്നുള്ളതും വാസ്തവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് പുറത്ത് ആ ന്യൂസ് വന്നത് പോലും അവിടുത്തെ ജില്ലാ നേതൃത്വത്തിൻ്റെ എതിർപ്പാണ്. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പോലും ചാർജ് കൊടുത്തിരുന്നത് മാവേലിക്കരയാണ്. പിന്നീടാണ് അത് തിരിച്ചു വിളിച്ചത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാമോ, എങ്ങനെയൊക്കെ ഒരു അപമാനിക്കാമോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് CPM ഓ ദല്ലാൽ നന്ദകുമാറോ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ല, പകരം BJP തന്നെയാണ്. ആ BJP മാക്സിമം പണിയെടുത്തിട്ടുണ്ട് ഇത്തവണ. സത്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ സംശയം ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് കുറക്കാനും അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ പെർഫോമൻസ്, ഇത്രയും കാലം അവരുടെ പെർഫോമൻസ് എല്ലാ മണ്ഡലങ്ങളിലും വളരെ ഗംഭീരമാണ്, അത് മോശമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇവരിതിൽ നിന്ന് പുറത്താക്കാനൊക്കെ ഒരു വിഭാഗം ശ്രമിച്ചിട്ടുണ്ട്. അതും എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ജനങ്ങളുടെ ഇടക്കൊന്നും ഈ BJPയുടെ ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ വലിയ സ്വാധീനം ഇല്ല. അതുകൊണ്ട് വലിയ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞപ്പോഴും എന്താ പറയാ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് BJPയിൽ എടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, തുറന്നൊരു കാര്യം പറയാം, ഇപ്പം നിങ്ങളിങ്ങനെ നമ്മൾ വളച്ചു കെട്ടേണ്ട കാര്യമില്ല. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരാണ് ഒരു നേതാവെന്ന് പറഞ്ഞാൽ അനുഭാവികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ അതാണ് കാര്യം. പിന്നെ ഈ BJP നേതൃത്വം കേരളത്തിൽ ഈ ഇലക്ഷന് 3 മാസങ്ങൾക്ക് മുമ്പ് 2 സർവേകൾ നടത്തിയിരുന്നു. 2 ടീമിനെ വെച്ചിട്ട്, 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ടീമിനെ വെച്ചിട്ട്. ആ സർവേകളിൽ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 34% മോദി പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ 34 പോട്ടെ, നമുക്കൊരു 25% എങ്കിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ കാര്യമാണ് റിപ്പോർട്ടറിൻ്റെ സർവേയിൽ പിന്നീട് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ, അതായത് മോദിയോട് അനുഭാവമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും കേരളത്തിലെ BJPയോട് ഒരു അനുഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കുന്നവരോട് പലപ്പോഴും അനുഭാവികൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ആ താല്പര്യം പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം തന്നെ കൂടുന്നത്. അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യമായിട്ട് പിന്തുണയൊക്കെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. 70 സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യ പിന്തുണ കിട്ടിയവരെല്ലാം ആലപ്പുഴ തോക്കാറാണ് പറയുന്നത്. ലത്തീൻ സമുദായവും ശോഭാ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയുടെ മാത്രമല്ല കേട്ടോ, വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രവർത്തനത്തിന് ഇറങ്ങി. നമുക്ക് കോട്ടയത്തേക്ക് കടക്കേണ്ട ആവശ്യമില്ല. കോട്ടയം എന്തായാലും സ്വീപ്പായിട്ട് ജയിക്കും. പിന്നെ ഇടുക്കിയിലേക്ക് കയറുമ്പം ഇടുക്കിയിൽ 20% വോട്ട് ഇതില്ലേ BJP 20%, 22% മാറുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഇടുക്കി പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ BJP അത്രത്തോളം അവിടെ അവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അതാണ്. പിന്നെ എറണാകുളത്തേക്ക് കടന്നപ്പം 100,000-ലും മേലെ വോട്ടുകൾ നമ്മുടെ ഹൈബ്രിഡിന് പോകും, നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഭൂരിപക്ഷം കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2020-യുടെ ഇതും അതേപോലെ BJPക്ക് 22% വോട്ട് ആയി വർദ്ധിക്കുമെന്ന് പറയുന്നത്, 8% വർദ്ധിക്കുമെന്ന് പറയുന്ന ഒരു കാര്യമാണ് എറണാകുളത്ത് വന്നിരിക്കുന്നത് മനോരമയുടെ സർവേ. ഈ 8% BJP വർധനയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ KS രാധാകൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥി. ഡോക്ടർ KS രാധാകൃഷ്ണനൊക്കെ സ്ഥാനാർത്ഥിയൊക്കെ നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ്.
പക്ഷേ എങ്കിലും BJP നേതൃത്വത്തിന് പോലും അത്ര വലിയ താല്പര്യമോ വലിയ തോതിലുള്ള പ്രവർത്തനമോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഒരു കാര്യം ചിലപ്പോൾ കറക്റ്റായിരിക്കാം, ഹൈവേഡിന് വോട്ട് കുറയും എന്നുള്ളത്. അത് എറണാകുളത്ത് പ്രത്യേകിച്ചും ജനങ്ങൾക്കൊരു മടുപ്പുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. വളരെ എറണാകുളത്തായിരുന്നു. സത്യത്തിൽ ഒരു ഫൈറ്റ് ഉണ്ട് എന്ന് പോലും എറണാകുളത്തെ ആളുകൾക്ക് തോന്നിപ്പിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ ചാലക്കുടി കിടക്കുമ്പോൾ ചാലക്കുടിയിൽ 13% വോട്ട് പിടിക്കുന്നതോടെ ഒരു വലിയ മാർജിൻ ഇതേപോലെ ബെന്നി ബെഹനാൻ കുറയുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്. ഈ 13% എന്ന് പറയുന്നത് എനിക്കറിയില്ല, അപ്പോൾ ഏതാണ്ട് 1,20,000 മേലെ വോട്ട് വരും. പക്ഷേ ഒരു 70,000-ൽ കുറയാതെ വോട്ട് അവിടെ 2020 പിടിക്കും. കാരണം 2020 4 പഞ്ചായത്തുകൾ കൃത്യമായി ഭരിക്കുന്നുണ്ട്. 2020 പറയുന്നിടത്ത് ആളുകൾ വരുന്നുണ്ട്. ഞാൻ അവരുടെ പൗതൃക സമ്മേളനത്തിന് പോയതാണ്. അത് നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയവും ശ്രദ്ധിക്കാത്ത ആളുകൾ പക്ഷെ 2020-യും സാക്കിറ്റക് സാബുവും ഒക്കെ പറയുന്നത് കേട്ട് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു 70-80% അണികളുള്ളൊരു പ്രസ്ഥാനമാണ് ഒന്ന്. രണ്ടാമത്തത് മറ്റ് 4 പഞ്ചായത്തുകളിൽ കൂടി അവർക്ക് വലിയ സ്വാധീനമുണ്ട്, അവർ ഭരിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, പ്രത്യേകിച്ചും ചാലക്കുടിയിൽ ഒന്ന്. രണ്ടാമത്തത് ബെന്നി ബെഹനാൻ്റെ പ്രഖ്യാപിത ശത്രുവാണ്, കാറ്റക് സാബുവിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് ബെന്നി ബെഹനാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ വോട്ട് കുറയും. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞവണയും നമ്മൾ പോയി പറഞ്ഞാണ് ഒരു ചെറിയ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അങ്കമാലിയും ചാലക്കുടിയും ആലുവയിലും നല്ല ഭൂരിപക്ഷത്തോടെ ആ ഭൂരിപക്ഷമായിരിക്കും അവിടെ അദ്ദേഹത്തിന് ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഏകദേശം ആ ഭൂരിപക്ഷം കുറച്ചൊക്കെ മറ്റിടത്തു നിന്നുള്ള കുറവുകളെ പരിഹരിക്കും. പിന്നെ കുറച്ചൊരു 10,000 വോട്ടുകൾക്കെങ്കിലും അദ്ദേഹം ജയിച്ചേക്കും. തൃശ്ശൂരിൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആലത്തൂരിലാണ്. ആലത്തൂരിൽ 41% ടൈ ആണെന്ന് പറഞ്ഞു. ആലത്തൂരിലാണ് ശരിക്കും അവിടെ BJP സ്ഥാനാർത്ഥിക്ക് 20% വോട്ട് ആയിട്ട്. ഈ ആലത്തൂരും കൂടെ 2-3 മണ്ഡലങ്ങളിൽ കൂടി മനോരമ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പിന്നെ നാളെ റിസൾട്ട് കേൾക്കണ്ടായിരുന്നു. ആലത്തൂരിൽ ടൈ ആണെന്നൊക്കെ പറയാം. അത് അതിന്റെ ഇതുണ്ടല്ലോ, ഇന്നലത്തെ എക്സിറ്റ് പോളിന്റെ വില കളഞ്ഞത് അതാണെന്ന് പറയാം ആലത്തൂരിൽ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആലത്തൂരിലാണ് ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ വലിയ തോതിൽ, മറ്റേ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടെങ്കിൽ പോലും അത് വലിയ തോതിൽ ഒരു സ്ഥാനാർത്ഥിയോടുള്ള രോഷമായി മാറാത്തൊരു മണ്ഡലം. സ്ഥാനാർത്ഥിയുടെ ഗുണമാണ്. സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ അദ്ദേഹം എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഒരു അഹങ്കാരവും ഇല്ലാതെ ഒരു ഇതുമില്ലാതെ പെരുമാറിക്കൊണ്ട് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ മന്ത്രിയെ തുടരട്ടെ എന്ന ആളുകൾ വിചാരിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ല, ഇത് ഈ രമ്യ ഹരിദാസും കോൺഗ്രസിന്റെ ഒരുപാട് സാധാരണക്കാരായ അണികളും ഇത് ബൂത്ത് തലങ്ങളിലും വീടുകളിലും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് മന്ത്രിയായിട്ട് തന്നെ തുടരട്ടെ എന്ന് പറയുന്നൊരു പ്രചാരണം നടത്തിയിട്ടുണ്ട് അവിടെ. സീരിയസ്ലി അവിടെ വ്യാപകമായിട്ടുള്ളൊരു പ്രചാരണം ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. എന്ത് ജീവൻ മരണ പോരാട്ടം? ഈ 5.5 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുണ്ട്. ഇപ്പം താങ്കൾ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 2 ബ്രാഞ്ച് തമ്മനത്തോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഒരു 10 ബ്രാഞ്ചിലെ മെമ്പർമാരോട്, അവർ ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെയാണ്, അവരോട് നമ്മൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ദേശീയ പാർട്ടി അംഗത്വം CPM നഷ്ടപ്പെടുമെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ, ദേശീയ പാർട്ടി അംഗം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണെന്ന്. കാരണം ഇതൊന്നും സത്യത്തിൽ പഴയ പോലെയല്ല. പണ്ടത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയും അവർക്കില്ല. ഇനി ധാരണ ഉള്ളവർ പോലും ഇതൊന്നും നോക്കാതെ, ഞാനിപ്പോൾ കഴിഞ്ഞോളം കോടതിയിൽ ചെന്നപ്പോൾ ഒരു 2-3 CPM-കാരായിട്ടൊക്കെ സംസാരിച്ചു. ആ CPM-കാർ അവിടെ പ്രതികളായിട്ടൊക്കെ വന്നേക്കുകയാണ്. അപ്പോൾ അവരിൽ പലരും ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ലാത്ത ആൾക്കാരാണ്. ദേശീയ പാർട്ടി എന്താണ്, അത് പോയാലുള്ള കുഴപ്പം എന്താണ് എന്നൊന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചോളം ഇവിടെ പാർട്ടി ഉണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഇതേപോലെ പാലക്കാട് ഒരു 1.5% വോട്ട് കൊണ്ട് വിജയരാഘവൻ വിജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം വസ്തുതാപരമാണ്? ഒരു വസ്തുതയായിട്ട് അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ബാലുശ്ശേരിയൊക്കെ പ്രവചിച്ചതിനേക്കാൾ കുറച്ചുകൂടി നല്ല പ്രവചനമാണ്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ കഴിഞ്ഞോളം പറഞ്ഞിരുന്നു അവിടെ ഫൈറ്റ് നടക്കും. കഴിഞ്ഞോളം തന്നെ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് ശ്രീകണ്ഠൻ ജയിച്ചത്. പക്ഷേ അതിനുശേഷം ശ്രീകണ്ഠൻ അവിടെ കുറച്ചുകൂടി നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒരു സാധാരണ ഗ്രൗണ്ട് ലെവൽ പാർട്ടി പ്രവർത്തകരും ആളുകളും ഒക്കെ ആയിട്ടൊരു കണക്റ്റ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് പല സ്ഥാനാർത്ഥികളും ചെയ്യുന്ന അത്രത്തോളം അത് വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ വിശ്വാസം അവിടെ ഇപ്പോൾ ഉള്ളൊരു ഫേവറബിൾ സിറ്റുവേഷൻസ് എല്ലാം കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ട് ശ്രീകണ്ഠൻ അവിടെ നിന്ന്
പ്രത്യേകിച്ചും മണ്ണാർക്കാടും പട്ടാമ്പിയും ആണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ പോലെ വോട്ട് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത. കഴിഞ്ഞ വർഷം മണ്ണാർക്കാട് 30,000 വോട്ടിനാണ് കിട്ടിയോണ്ടാണ് അവിടെ മണ്ണാർക്കാട്, പാലക്കാട് അതേപോലെ മണ്ണാർക്കാട് അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ കുറെ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നേരത്തെ പറഞ്ഞ പോലെ മണ്ണാർക്കാടൊക്കെ ഒരു സാധാരണ നമുക്കറിയാലോ പട്ടപ്പാടി പോലെയുള്ള ഒരുപാട് മേഖലകളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്നൊരു പാർലമെന്റ് മെമ്പർ ചെന്ന് വളരെ നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കത് ലൈഫ് ലോങ് ഓർത്തു വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത്ര പാവപ്പെട്ട ആളുകളാണ് അവിടെ. അപ്പോൾ അതുപോലെയുള്ള പട്ടാമ്പിയിലും ഈ പറയുന്ന സ്ഥലത്തും ഒക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇതിൽ തന്നെ പറഞ്ഞേക്കണ വേറൊരു കാര്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BJPയുടെ വോട്ട് ശതമാനം കുറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശ്രീകണ്ഠൻ പിന്നെ തോക്കും എന്ന് ജയിക്കും എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല. അത് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ അവിടെ വോട്ട് കുറയാനുള്ളൊരു സാധ്യതയില്ല. അവിടെ കൃഷ്ണകുമാർ നന്നായിട്ട് തന്നെ വോട്ട് പിടിക്കും. പിന്നീടുള്ളത് നമുക്ക് മലപ്പുറത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് പൊന്നാനി മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോടാണ്. കോഴിക്കോട് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളതാണ്, രാഘവേട്ടൻ ജയിക്കും എന്നുള്ളതാണ് വിലയിരുത്തിയിരിക്കുന്നത്. അത് ഒരു തെറ്റായി വരാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ കരീംകയുടെ സഖാവ് കരീംകയായി മാറി ബിസിനസ്സുകാരനായതുകൊണ്ട് അത് സാധാരണക്കാർക്ക് പോലും അറിയാമെന്നുള്ളതാണ്. നമ്മൾ വയനാട്ട് പറഞ്ഞു. പിന്നെ വടകര തോൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ തോൽക്കുമെന്നാണ്. അത് പറയുന്നവർക്ക് പോലും തമാശയായിട്ടാണ് അവർ കരുതുന്നത്. വടകരയിൽ ഷാഫി വളരെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. കാരണം ഷാഫി, ഞാൻ നന്ദകുമാറിനോട് പറഞ്ഞത് ഓർക്കുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഷാഫി ഏറ്റവും ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ആളുകൾ കരയുന്ന ഒരു പ്രകടനം മുതൽ ഷാഫി അതിൻ്റെ ടെമ്പോ അങ്ങേയറ്റം വരെ കയറ്റി വെച്ചു. പിന്നെ ഷാഫിക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം എപ്പോഴും CPM തന്നെ ശ്രീമതി ടീച്ചർ അങ്ങനെ ഇട്ടുകൊടുത്താണെന്നാണ് തോക്കാൻ. ഒന്ന്, ആ ഇട്ടുകൊടുത്തതിൻ്റെ പിന്നിലുള്ള കാര്യം, ശ്രീമതി ടീച്ചർ ഒരു വീഡിയോ ഉണ്ട്, അത് പോൺ വീഡിയോ നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നത് സത്യത്തിൽ ടീച്ചറെ കൊടുക്കാൻ വേണ്ടി CPM മനഃപൂർവ്വം ചെയ്തതാണെന്നും പിന്നീട് ടീച്ചറെ കൊണ്ട് അത് മാറ്റി പറയിപ്പിച്ചതാണെന്നും അങ്ങനെ ടീച്ചറുടെ ഒരു ഗുഡ് വിൽ കൃത്യമായി അവിടെ ഇടിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നടത്തിയതെന്നും ഞാൻ വിചാരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ കോൺഗ്രസിൻ്റെ ഇതേവരെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ എല്ലാവരിലും വളരെ കൃത്യമായ ഒരു എലക്ഷൻ സ്ട്രാറ്റജി അറിഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സമയത്തിനകം ബിൽഡ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ എന്തുയർത്തി കാണിക്കണം, പിന്നെ ബോംബ് സ്ഫോടനം പാനൂരുണ്ടായതടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ TP ചന്ദ്രശേഖരന്റെ വധ ആ സമയത്ത് വിധി വന്നത് ഏറ്റവും സുപ്രധാനമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് TP ചന്ദ്രശേഖരന്റെ വിധി വരണതിന് മുമ്പ് തന്നെ ഷാഫി തീരുമാനിച്ചിരുന്നു. കാരണം TP ചന്ദ്രശേഖരനെ അവിടെ ഉയർത്തി കാണിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡിങ് കൂടി ഷാഫി കോയിൻ ചെയ്തു. ടീച്ചറമ്മ, യഥാർത്ഥ ടീച്ചറമ്മ അമ്മയാണെന്ന് പറയുന്ന വാചകം. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ആ ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരു ബിംബത്തെ ഇടിച്ചു തകർക്കാൻ ഷാഫി ഏറ്റവും ആദ്യം തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത്തത്, ഷാഫിക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇല്ലാത്തൊരു കാര്യം ഷാഫിക്കുണ്ട്. അത് കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർക്കൊന്നും ഒരു KSU, യൂത്ത് കോൺഗ്രസ് എന്നീ ആളുകളുടെ മുഴുവൻ പിൻബലമില്ല. പക്ഷെ ഷാഫിനെ സംബന്ധിച്ചോളം ഷാഫി മറ്റേ A ഗ്രൂപ്പുകാരുടെ ഒരു നേതാവാണ് ഈ പറയുന്ന ചെറുപ്പക്കാരുടെയും ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു 10-50ഓളം ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്ത് ഷാഫിക്ക് വേണ്ടി പ്രചരണം നടത്തി. ഈ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഏതെങ്കിലും ആളുകൾ, നമുക്ക് വേണ്ടി ഒരു സാധാരണ 50 പേര് വന്ന് പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല. കാരണം അവരെ കൊണ്ട് ചിലപ്പോൾ പത്രസമ്മേളനം നടത്താൻ പറ്റില്ല, അവരെ കൊണ്ട് നന്നായി പ്രസംഗിക്കാൻ പറ്റില്ല. പക്ഷെ ഷാഫിയുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു വിങ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീരമായി പത്രസമ്മേളനം നടത്തും, ഗംഭീരമായി പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, വൈകുന്നേരം ചാനലിൽ ചെന്നിരുന്ന് ഈ വിവാദത്തിന് മറുപടി പറയും, ഫൈറ്റ് ചെയ്യും. ഇത് കൃത്യമായി ഇത്രയും ഒരു സേന, അതായത് മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സേന വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബലത്തിൽ ഷാഫി അവിടെ ജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് ഷൈല ടീച്ചറാണ്. പക്ഷേ ഷാഫി ജയിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഷാഫി ജയിക്കും. പക്ഷേ ഏറ്റവും പ്രധാനം നമ്മളെ കണ്ണൂരാണ്. 42% വോട്ട് ഷെയർ ചെയ്ത് പോകുമെന്ന് പറയുന്നൊരു സംഭവം. മാത്രമല്ല അവിടെ 12.5% BJPയുടെ വോട്ട് ഉയർന്നു. 6% നിന്ന് 6% കൂടി എന്ന് പറയുന്ന രഘുനാഥന്റെ വോട്ട് കൂടി എന്ന് പറയുന്നൊരു സംഭവം. ഇവിടെ എന്ത് സംഭവിക്കും? രഘുനാഥിൻ്റെ വോട്ട് അത്രത്തോളം കൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രഘുനാഥിൻ്റെ വോട്ട് കൂടും. രഘുനാഥ് അവിടെ ഹോൾഡറുള്ള ഒരാളാണ്. സുധാകരൻ്റെ വലങ്കയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വോട്ട് പിടിക്കും. പക്ഷേ ഇത്രയും വലിയ വർധന അവിടെ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തത്, മനോരമ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ അവിടെ എല്ലാവർക്കും തുല്യം വോട്ട് വന്ന് പിന്നെ നമ്മൾ ടോസിട്ടൊക്കെ നിർണ്ണയിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും അവിടെ സംഭവിക്കില്ല. അവിടെ
കെ സുധാകരൻ തന്നെ ജയിക്കും. കെ സുധാകരനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും കെ സുധാകരൻ നേരത്തെ ഷാഫി പറഞ്ഞതിനെ പോലെ തന്നെ മറ്റൊരു തലത്തിൽ ലോകം മുഴുവൻ ഒരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് കണ്ണൂരിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അവിടെ ജയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കെ സുധാകരൻ ഒരു ഈസി വാക്ക് ഓവർ നേരത്തെ ഉണ്ടായതുപോലെ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തത് നല്ല ഭൂരിപക്ഷത്തിന് തന്നെ കെ സുധാകരൻ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയരാജൻ്റെയൊക്കെ കേസിൽ ജയരാജനിൽ നിന്ന് വോട്ട് ചോദിക്കുന്നത് പോലും നിങ്ങൾ തന്നേക്കണം എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി, അല്ലാതെ നിങ്ങൾ ദൈവത്തോർത്ത് എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങൾ എനിക്ക് തന്നെ എനിക്ക് അത് ആവശ്യമുള്ള കാര്യമാണ്, ഞാൻ തന്നേൽപ്പിച്ചാണ് എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ധാർഷ്ട്യവും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ജയരാജൻ മറ്റൊരുപാട് ഗുണങ്ങളുള്ളൊരു നേതാവാണ്. ജയരാജൻ ബസ്സിൽ സഞ്ചരിക്കുന്ന വളരെ ലളിതയിൽ നയിക്കുന്ന ഒരാളൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു നേരത്തെ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിക്കുന്ന പോലെയുള്ള കുറേ എന്ന് പറഞ്ഞാൽ ഒരു തൻ പ്രമാണിത്വം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ ക്യാപ്സ്യൂളുകൾ എല്ലാം നിർമ്മിക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ണൂർ കഴിഞ്ഞു കാസർഗോഡാണ് ലാസ്റ്റ് പറയാനുള്ളത്. അവിടെ 47% വോട്ട് നേടി രാജ്മോഹൻ ഉണ്ണിത്താൻ വൻ വിജയം നേടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ 34%ആയിട്ട് CPM വോട്ട് ചുരുങ്ങും. അതേസമയത്ത് BJP വോട്ട് കൂടുന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉണ്ണിത്താനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ണിത്താൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഉണ്ണിത്താൻ നന്ദകുമാറിന് ഞാൻ പറയേണ്ട കാര്യമില്ല, എങ്കിൽ പ്രേക്ഷകരോട് പറയുകയാണ്. ഇപ്പോൾ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും ഒക്കെ KPCC ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മുണ്ടുരിയുകയും അടിക്കുകയൊക്കെ ചെയ്തൊരു രംഗം നമുക്ക് ഓർമ്മയുണ്ടാവും. അതിനുശേഷമുള്ള വർഷങ്ങളോളം നമ്മൾ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരുമ്പോൾ ചർച്ചകളിൽ തിളങ്ങി നിന്നിരുന്ന ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ആക്ച്വൽ കോൺഗ്രസ്സുകാരനായി മാറി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം, ജയിച്ചതിന് ശേഷം. കാരണം പിന്നീട് അദ്ദേഹം വിവാദപരമായ പ്രസ്താവനകളോ കാര്യങ്ങളോ ഒന്നും നടത്താറില്ല, ചർച്ചകൾക്ക് വരാറില്ല, ഒരു കമൻറ്റ് പോലും പറയാറില്ല എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം അവിടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളെ വളരെ കൃത്യമായി നർച്ചർ ചെയ്തിരുന്നു. അതിപ്പോൾ 7 എണ്ണത്തിലും അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില കോൺസ്റ്റിറ്റ്യുവൻസികളെ വളരെ കൃത്യമായി അദ്ദേഹം നർച്ചർ ചെയ്യുകയും ഒരു എൻ ബ്ലോക്കായി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള സമുദായങ്ങളെയൊക്കെ വളരെ കൃത്യമായി കയ്യിലെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചൊരു വീഡിയോ ഉണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അദ്ദേഹം ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു, കുറി വായിക്കുന്നു, ഇതെല്ലാം. പക്ഷെ അതുപോലും അദ്ദേഹത്തിന് നേട്ടത്തിനായിട്ട് ഉപയോഗിച്ചു. കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്കെതിരെയുള്ള പ്രചരണമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറച്ചെങ്കിലും കൃത്യമായി നേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ആണ് പുള്ളിയോടെ ജയിക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ആദ്യം നോമിനേഷൻ വാങ്ങാത്തതിലുള്ള സമരത്തിലൂടെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. എന്തായാലും മനോരമയുടെ സർവേ മൊത്തം നോക്കുമ്പം എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? മനോരമയുടെ സർവേ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സിറ്റ് പോള് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് 85% വരെ വേണമെങ്കിൽ ഭരിക്കാം. അല്ല വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പൊ ഛത്തീസ്ഗഡിലേക്ക് കാര്യം പറയുമ്പോൾ മാറിയും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞാനിതിനെ നോക്കിക്കാണുന്നത്, നമ്മളുടെ ഈ ഭാരതം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് ഭരിക്കില്ല എന്നുള്ളതല്ല, ഇനി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് ഏത് രീതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ചെന്നെത്തിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എൻ്റെ ഒരു ചോദ്യം സാറാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഈ സർവേയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നടത്തിയ സർവേകളെക്കാൾ ഭേദപ്പെട്ടൊരു സർവേ ആണെന്നുള്ളതാണ്. ഈ 2 ടൈ കൂടി അങ്ങനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്താണെങ്കിലും ഒരു 10, 16, 18 സീറ്റുകൾ കൊളാക്കി കളഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വയനാടും കൂടെ ഇങ്ങനെ കൊളാക്കിയില്ലായിരുന്നെങ്കിൽ ക്ലീൻ ആയിരുന്നു. അല്ല, ഇതിന് മുമ്പുള്ള സർവേകൾ ഇതിനേക്കാൾ വലിയ അബദ്ധങ്ങളുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിയമസഭയിലേക്കൊക്കെ പറഞ്ഞ് ഏതാണ്ട് 40ഓളം പേര് തോക്കുമെന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ ജയിച്ചു വന്നു. അപ്പോൾ അത്തരത്തിലുള്ള സർവേകളുണ്ട്. പക്ഷേ മനോരമ സംബന്ധിച്ചോളം ഇത് കുറച്ചുകൂടി ഭംഗിയായ സർവേ ആണ്. നേരത്തെ സന്തകുമാർ പറഞ്ഞ പോലെ മറ്റേ ഈ വടകര എന്നൊക്കെ പറയുന്നതും പിന്നെ ടൈ എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് ഒഴിവാക്കിയത്. ഈ BJPക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, BJPക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നത്. താങ്കൾ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യമാണ്. 1 മുതൽ 4 വരെ സീറ്റുകളൊക്കെയാണ് നമ്മുടെ നാഷണൽ മീഡിയകളൊക്കെ സർവേകളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിചിത്രമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് 0 ആണ് പറഞ്ഞത്. ശരിക്കും അർണബ് ഗോസ്വാമി 5 എണ്ണം പറയേണ്ടതാണ്, പറഞ്ഞിട്ടില്ല. അപ്പോൾ ചില സർവേകളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൃത്യമായി നമുക്ക് പറയാൻ എടുക്കുന്ന സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ടുഡേയുടെ ആണ്. ആക്സസ് 1-2-3 പറഞ്ഞിട്ടുണ്ട്. 2-3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട്
2 കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് കേരളത്തെക്കുറിച്ച് വിശദമായി പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും കുറച്ച് സമയം കൂടി ഉള്ളൂ ഇനി 12 മണിക്കൂറും കൂടെ ഉള്ളൂ. നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഇതേ സമയമാകുമ്പോഴേക്ക് റിസൾട്ട് വരും, വന്നു തുടങ്ങും. എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം. മനോരമ സർവേയിൽ പ്രകാരം BJPക്ക് എന്തായാലും സീറ്റ് കിട്ടാൻ പോണില്ല. CPM ചിലപ്പോൾ സീറ്റ് കിട്ടുമായിരിക്കാം. നന്ദി, നമസ്കാരം.